എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാനൊരു കുട്ടി ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യാൻ പോകുന്നത്. ഇന്നെൻ്റെ ഒരു വർക്കിംഗ് ഡേ ആണ്. ഓക്കെ, അപ്പോൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുറേ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് പേഴ്സണൽ മെസ്സേജിൽ അയക്കുന്നുണ്ട്, ചേച്ചി ഒന്ന് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമെന്നൊക്കെ. ഞാൻ എൻ്റെ ഫസ്റ്റ് ടൈമാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് എങ്ങനെ ഷൂട്ട് ചെയ്യണം കാര്യങ്ങളൊന്നും വലിയ കാര്യമായിട്ട് അറിയില്ല. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നല്ലതാണെങ്കിലും മോശമാണെങ്കിലും പറയാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഡേയിലേക്ക് നമുക്ക് പോവാം. ഇന്നൊരു വർക്കിംഗ് ഡേ ആവുന്നതുകൊണ്ട് തന്നെ നമ്മൾ അധിക നേരവും ഓഫീസിലായിരിക്കും ഉണ്ടാവുക. അതല്ലാത്ത സമയമൊക്കെ നമുക്ക് കാണാം എൻ്റെ കൂടെ. ഓക്കെ, ഇതാണ് കേട്ടോ നമ്മുടെ റൂമിൽ നിന്നുള്ള വ്യൂ, ബാൽക്കണിയിൽ നിന്നുള്ളത്. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ കുറേ വീടുകൾ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ച പോലെ ഇങ്ങനെ തോന്നും നമുക്ക്. ഇനി നമുക്ക് ഫ്രണ്ട് വ്യൂ പോയി കാണാം കേട്ടോ. ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വാതിൽ തുറന്നു കഴിഞ്ഞാൽ തന്നെ കാണാൻ പോകുന്നത് ഒരുപാട് വീടുകൾ തന്നെയാണ്. ഓക്കെ, ഇവിടെ ഈ മുന്നിൽ അങ്ങേയറ്റത്ത് കാണുന്നത് ഒരു കടലാണ്, ഒരു ബീച്ചാണ്. നമ്മളവിടെ മുന്നേ പോയിട്ടുണ്ട്, ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു മൗണ്ടൻ റേഞ്ച് കാണാം. പിന്നെ അതുപോലെ കുറേ വീടുകളും കാണാം. ഓക്കെ, സത്യത്തിൽ ഈ വീടുകളിൽ ആരാ താമസിക്കുന്നതെന്നോ അല്ലെങ്കിൽ എൻ്റെ തൊട്ടപ്പുറത്തെ റൂമിൽ ആരാ താമസിക്കുന്നതെന്ന് പോലും എനിക്കറിയില്ല. കാരണം ഇവരാരും ഇങ്ങോട്ട് വന്ന് നമ്മളോട് സംസാരിക്കില്ല. പിന്നെ എപ്പോഴെങ്കിലും കാണുമ്പോൾ നമ്മളെ ജസ്റ്റ് വിഷ് ചെയ്യാന്നുള്ളതിനപ്പുറത്തേക്ക് വേറൊരു കോൺവെർസേഷനും ഉണ്ടാവാറില്ല. ഓക്കെ, പക്ഷേ ഇവർ ഭയങ്കര നല്ല ആളുകളാണ്, സഹായിക്കണ സിറ്റുവേഷൻസിലൊക്കെ നമ്മളെ സഹായിക്കും ഒക്കെ ചെയ്യും. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ റൂം നമുക്ക് എൻ്റെ ഓഫീസ് കമ്പനി തന്നതാണ്. അവർ ആണ് നമുക്ക് ഇതിൻ്റെ റെൻ്റൊക്കെ പേ ചെയ്യുന്നത്. അപ്പോൾ അവർ തന്ന റൂമിലാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത്. അത് ഓരോ എംപ്ലോയിക്ക് ഓരോരോ റൂമായിരിക്കും, ഓരോ അപ്പാർട്ട്മെൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ ഓഫീസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ക്ലീനിങ്ങും റൂമിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഇപ്പോൾ തൽക്കാലം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓഫീസിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ നടക്കാൻ, ഒരു 5 മിനിറ്റ് പോലും ഇല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഓഫീസിൻ്റെ അടുത്ത് തന്നെയാണ് എല്ലാ ഫോറിൻ എംപ്ലോയീസിനും ഇവർ റൂം കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ നല്ല സുഖം, നമുക്ക് ജസ്റ്റ് പെട്ടെന്ന് എണീറ്റ് പോയാൽ മതി. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. എന്തായാലും ഞാനിപ്പോൾ ഒറ്റയ്ക്കാണ് പോകുന്നത്. നമുക്കിവിടെ ആക്ച്വലി കുറച്ച് മലയാളീസ് ഓഫീസിലുണ്ട്, പക്ഷെ നമ്മളെല്ലാവരും കയറുന്നതും ഇറങ്ങുന്നതൊക്കെ സമയം ഡിഫറെൻറ്റാണ്. എൻ്റെ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ 8:30 ടു ഈവനിങ് 5:30 വരെയാണ് ഇവിടെ. അപ്പോൾ ഞാൻ ആ സമയത്ത്, അപ്പോൾ ഓരോരുത്തരും അങ്ങനെ ഓരോ സമയത്ത് നമുക്കൊന്നെങ്കിൽ 8 മണിക്ക് കയറിയിട്ട് 5 മണിക്ക് ഇറങ്ങാം, അല്ലെങ്കിൽ 8:30 കയറിയിട്ട് 5:30 ഇറങ്ങാം, അല്ലെങ്കിൽ 9 മണിക്ക് കയറിയിട്ട് 6 മണിക്ക് ഇറങ്ങാം. അത് നമ്മുടെ ഇഷ്ടമുള്ള പോലെയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ സമയത്താണ് കയറാറ്. അപ്പോൾ അങ്ങനെയാണ്. ഓക്കെ, പക്ഷേ ഞാനിവിടെ ഒറ്റയ്ക്കാണ് ഇപ്പോൾ ഇങ്ങനെ ജീവിച്ച് പോകുന്നെങ്കിലും എനിക്കിപ്പോൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട്. എന്നെ ഒരു മോളെ പോലെയാണ് എല്ലാവരും കാണുന്നത്. പിന്നെ കുറേ സഹോദരങ്ങളെ കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറേ കുഞ്ഞു സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. കാരണം എനിക്ക് പണ്ട് മുതലേ സംസാരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ എനിക്ക് ഒരുപാട് പേരുണ്ട് എന്നോട് ചെറിയ ചെറിയ ഡൗട്ട് ചോദിച്ചിട്ടാണെങ്കിലും ഒക്കെ ഒരുപാട് പേരുണ്ട്. പിന്നെ ഇപ്പോൾ ഈ ജപ്പാനിൽ തന്നെ ഞാനിവിടെ വന്നിട്ട് എനിക്കിവിടെയൊക്കെ പരിചയമാവുന്നേ ഉള്ളൂ, 2 മാസമായിട്ടേ ഉള്ളൂ. പിന്നെ ഒരു സ്ഥലത്ത് അഡാപ്റ്റ് ആവാൻ എന്തായാലും ഒരു 6 മാസമൊക്കെ പിടിക്കും. അപ്പോൾ ഇപ്പോൾ പക്ഷെ എനിക്ക് ടോക്കിയോയിൽ വരെ, ഞാൻ നിൽക്കുന്നത് ടോക്കിയോയിലല്ല, യൊനാഗോ എന്ന് പറയുന്ന സ്ഥലത്താണ്. ടോക്കിയോയിൽ നിന്ന് അത്യാവശ്യം ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് ടോക്കിയോയിൽ നിന്നൊക്കെ ഒരുപാട് ഏട്ടന്മാരെ പോലെ, ജ്യേഷ്ഠന്മാരെ പോലെ കുറേ പേരെ കിട്ടിയിട്ടുണ്ട്. അവരെനിക്ക് ഓരോ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരും. അതൊക്കെ നല്ല ഹെൽപ്പാണ് കേട്ടോ. അപ്പോൾ അവരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും താങ്ക് യു. ഇങ്ങനെ ഈ ഒരു ഹെൽപ്പ് എപ്പോഴും കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനോടും താങ്ക് യു. ഞാൻ എന്താ പറയുക, എല്ലാവരുടെയും സപ്പോർട്ട് കാരണമാണ്
എനിക്ക് കുറേ സബ്സ്ക്രൈബേഴ്സൊന്നും ആയിട്ടൊന്നുമില്ല, 5K ഒക്കെ താഴെയാണ്. പക്ഷേ ബട്ട് സ്റ്റിൽ ഞാൻ ഹാപ്പിയാണ്. ലൈക്ക് ഇത് എനിക്ക് എന്നെ സംബന്ധിച്ച് വലിയൊരു അച്ചീവ്മെൻറ്റാണ്. അങ്ങനെ അപ്പോൾ നമ്മൾ ഏകദേശം ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി എനിക്ക് ക്യാമറ ഓപ്പൺ ചെയ്യാൻ അധികം പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓഫീസിൽ ക്യാം യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ്. ലൈക്ക് ബാക്കിയുള്ള ആരെയും നമ്മൾ ഷൂട്ട് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ താൽക്കാലികമായിട്ട് നമുക്ക് ബായ് പറഞ്ഞ് ഇനി ബ്രേക്കിന് കാണാം. ഓക്കെ, നമ്മൾ ഓഫീസിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്ന് വന്ന ആ ഒരു ഷൂസോ അല്ലെങ്കിൽ ആ ഒരു ചെരുപ്പോ അവിടെ അഴിച്ചു വെച്ചിട്ട് നമ്മുടെ ഓഫീസിന് വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യുന്ന ഒരു ഷൂസ് ഉണ്ട്, ഒരു ചെരുപ്പുണ്ട്. ആ ചെരുപ്പ് വേണം ഇടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ കാണുന്നതാണ് ആളുകളുടെ എല്ലാ ഷൂസും വെക്കുന്ന സ്ഥലമാണിത്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഫസ്റ്റ് ബ്രേക്ക് ആയിട്ടുണ്ട്. ഫസ്റ്റ് ബ്രേക്ക് ആവുന്ന എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 മണിക്കാണ്. 10 മണി ടു 10:15 വരെയാണ് നമ്മുടെ ആദ്യത്തെ ബ്രേക്ക് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മളിതവിടെ അടുത്തുള്ള ഫാമിലി മാർട്ടിലോട്ടാണ് പോകുന്നത്. നമ്മൾ ഇവിടെ നിന്നൊന്നും വാങ്ങിയില്ലെങ്കിലും നമ്മൾ ഈ ബ്രേക്ക് എല്ലാവരും എടുക്കാറുണ്ട് കേട്ടോ. ഇവിടുത്തെ ജാപ്പനീസ് ആളുകൾ എല്ലാവരും ഇങ്ങനെ ബ്രേക്കൊന്നും എടുക്കാറില്ല, പക്ഷേ ചിലവരെടുക്കും. പക്ഷെ നമ്മളെന്തായാലും എടുക്കാറുണ്ട്. ഓക്കെ, അത് പ്രശ്നമൊന്നുമില്ല, ഓക്കെയാണ്. പക്ഷേ എന്താ പറയുക, നമുക്ക് ഈ ബ്രേക്ക് ഇല്ലാണ്ട് കഴിയാറില്ല. ഓക്കെ, ആക്ച്വലി നമുക്ക് ഇത്രയും മലയാളീസ് ഉണ്ട് ഇവിടെ ഓഫീസിൽ. ഓക്കെ, ഇവിടെ റഷ്യക്കാരുണ്ട്, ബ്രസീലിൽ നിന്നുണ്ട്, അതുപോലെ ഇന്ത്യൻസ് നമ്മൾ മാത്രമേ ഉള്ളൂ. ഇന്ത്യയിൽ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്നൊന്നും ആരുമില്ല. ഓക്കെ, പിന്നെ ഉള്ളത് ഫുള്ള് ജാപ്പനീസാണ്. ഇതാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. ഇതാണ് കസ്റ്റാർഡ് ക്രീം. ഇതിന് 118 yen ആണ്, ടാക്സ് എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ട്. ഏകദേശം നാട്ടിലൊരു 60-65 റേഞ്ചിലായിരിക്കും വരിക. വയറ് ഭയങ്കര ഫില്ലിംഗ് ആവും, അതാണ് നമ്മൾ ഇതെടുക്കാൻ കാരണം. ഓക്കെ, ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അങ്ങനെ കണ്ടില്ലേ, ഒക്കെ ഈ 200 yen 250 yen ഉള്ളിൽ നമുക്ക് കിട്ടും. നമ്മുടെ നാട്ടിൽ വേറൊരു കാര്യം കാണിച്ചു തരാം. ഈ സാധനം ഭയങ്കര വർത്താണ്. അതായത് നോക്കിയേ, അതായത് 198 yen, അതായത് ഏകദേശം ഒരു 100-110 രൂപയാണ് വരുള്ളൂ നാട്ടിലെ. ഓക്കെ, അതിന് നമുക്ക് 4 ഡോണറ്റ്സ് ഒക്കെ കിട്ടും ഇവിടെ. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഞാൻ വീഡിയോ എടുക്കുന്ന കാരണം എൻ്റെ കൊളീഗാണ് ആക്ച്വലി ബില്ല് പേ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുന്ന് സാധനങ്ങൾ എടുത്തിട്ട് ഇവിടെ വന്ന് ബില്ല് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ബേസിക്കലി എല്ലാ സ്ഥലത്തും ഓട്ടോമേറ്റഡ് ആണ്, പക്ഷേ ഇവിടെ ഫാമിലി മാർട്ടിൽ ഓട്ടോമേറ്റഡ് അല്ല. നമ്മൾ 2 കോഫിയും കൂടെ വാങ്ങുന്നുണ്ട്. കോഫീൻ്റെ കപ്പ് എടുത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ തന്നെയാണ് നമ്മുടെ കോഫി പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഈ കോഫി മെഷീൻ ഉണ്ട്. ആക്ച്വലി ഇതൊരു കോഫി വെൻഡിങ് മെഷീനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ നമ്മൾ
സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് തിരിച്ച് ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം ഇപ്പം ഞാൻ ന്യൂൺ ഇൻ്റർവെലിന് വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഓക്കെ, അപ്പം നമ്മൾ കുറച്ച് വർക്കൊക്കെ ചെയ്ത് ഇപ്പം ഞാൻ റൂമിൽ പോയിട്ടാണ് കഴിക്കാറ്. നമുക്ക് ഓഫീസിലിരുന്ന് കഴിക്കാം, അതല്ലെങ്കിൽ റൂമിൽ പോയി കഴിക്കാം. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പോൾ പിന്നെ നിസ്കാരം കാര്യങ്ങളും എല്ലാം ഉള്ളത് കാരണം ഞാൻ ഇവിടെ വന്നിട്ട് കഴിച്ചിട്ട് ഒക്കെയാണ് പോവാറ്. ഓക്കെ, അപ്പോൾ ഞാൻ തലേ ദിവസമാണ് ഉണ്ടാക്കി വെക്കാറ്. രാവിലെ ഇതൊന്നും ഉണ്ടാക്കാനുള്ള ടൈം ഉണ്ടാവാറില്ല. അപ്പോൾ തലേ ദിവസം രാത്രിയാണ് എൻ്റെ കുക്കിംഗ് ടൈം. ഓക്കെ, എന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കും, എന്നിട്ട് ഉച്ചയ്ക്ക് ചൂടാക്കി കഴിക്കും. അങ്ങനെയാണ് ഉണ്ടാവാറ്. ഇവിടെ നമുക്ക് ഞാൻ വന്ന സമയത്ത് നമുക്ക് റൂമിലേക്ക് ഫ്രിഡ്ജ്, അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ, മൈക്രോവേവ് അവൻ, അതുപോലെ വാക്യൂം ക്ലീനർ, ഇതൊക്കെ നമുക്ക് ഓഫീസിൽ നിന്ന് തന്നായിരുന്നു. അതുകൊണ്ട് അതിലൊന്നും എനിക്ക് സ്പെൻഡ് ചെയ്യേണ്ട കാര്യം വന്നില്ല. അതുകൊണ്ട് വലിയ സൗകര്യമായി വന്ന സമയത്ത്. കാരണം ഇവിടെ ഇതൊന്നും ഇല്ലാണ്ട് പറ്റില്ല. അപ്പം അതൊക്കെ ഒരു സൗകര്യമായി. അങ്ങനെ അപ്പം ഇപ്പം റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മളങ്ങനെ നടന്ന് 4th ഫ്ലോറിലേക്ക് എത്തിയിട്ടുണ്ട്. 4th ഫ്ലോറിലാണ് എൻ്റെ റൂമുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ആദ്യം ഞാൻ കാണുന്നത് ഈ മൗണ്ട് ഡെയ്സൺ ആണ്. കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. കണ്ടില്ലേ? ഞാനെപ്പോൾ എവിടെ പോവുകയാണെങ്കിലും വരികയാണെങ്കിലും ഇവിടെ കാണാറുണ്ട്. ആൻഡ് അവിടെ താഴെയുള്ളത് നമ്മുടെ ഫ്രണ്ട്സാണ്. ഞാൻ ആദ്യം വന്നു, ഇവരിപ്പം കഴിക്കാൻ വേണ്ടി വരികയാണ്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വീണ്ടും ഓഫീസിലേക്ക് പോവുകയാണ്. അവിടെ പോയിട്ടൊക്കെ ഒരുപാട് വർക്കുകളുണ്ട്. അപ്പം കണ്ടില്ലേ, ഇതാണ് എൻ്റെ അപ്പാർട്ട്മെൻറ്റുള്ള ഏരിയ. ഇവിടെ ഈ ഒരു ഏരിയ മാത്രമല്ല, ജപ്പാനിൽ നമ്മൾ എവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ ഒരു സൈലൻസ് നമുക്ക് ഫീൽ ആവും. ഓക്കെ, ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നതും ഈ നടക്കുന്നതും സൗണ്ട് മാത്രം ഇവിടെ കേൾക്കൂ. ഒരു വീടിൽ നിന്ന് പുറത്തേക്ക് ഒരു എക്സ്ട്രാ സൗണ്ടോ ഒരു ഡിസ്റ്റർബൻസോ ഒന്നും ഉണ്ടാവില്ല. ഭയങ്കര പീസ്ഫുള്ളാണ്. പിന്നെ ഇവിടുത്തെ വീടൊക്കെ കണ്ടില്ലേ, ഭയങ്കര മിനിമലായിരിക്കും. ഇതൊക്കെ അപ്പാർട്ട്മെൻറ്റാണ്. ഈ കാണുന്നില്ല അപ്പാർട്ട്മെൻറ്റാണ്, പക്ഷേ ഈ സൈഡിൽ കാണുന്നൊക്കെ വീടുകളാണ്. ഭയങ്കര കുഞ്ഞു വീടുകളായിരിക്കും, പക്ഷേ ഭയങ്കര ക്യൂട്ടായിരിക്കും. ഓക്കെ, പിന്നെ ഇവിടെ വേറെ കാണുന്നൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും സൈക്കിൾ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവർ മെയിൻലി സൈക്കിളിലാണ് അത്യാവശ്യം ചെറിയ ഓട്ടങ്ങൾക്കൊക്കെ പോവാറ്. ഓക്കെ, പിന്നെ കാറൊക്കെ ഉണ്ടാവും, പക്ഷെ എന്തായാലും സൈക്കിൾ മസ്റ്റാണ്. ഓക്കെ, പിന്നെ ഇവിടെ ഫുൾ ഒരു മിനിമലിസം ഇഷ്ടപ്പെടുന്ന ആളുകളാണ് ജപ്പാനിൽ മെയിനായിട്ട്. നമുക്ക് ഇവിടുത്തെ കംപ്ലീറ്റ് ആർക്കിടെക്ചറിലും കാണാൻ പറ്റും. പിന്നെ ഇത് നമ്മുടെ ശ്രീലക്ഷ്മി സാൻ. നമ്മുടെ വീഡിയോയിൽ പല തവണ ശ്രീലക്ഷ്മി സാനെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ശ്രീലക്ഷ്മി സാനും ഞാനും എങ്കിൽ എന്നാൽ തിരിച്ച് ജോലിക്ക് കയറട്ടെ. അപ്പോൾ നമ്മൾ ഓഫീസ് കഴിഞ്ഞ് തിരിച്ച് റൂമിലേക്ക് പോവാണ്. ഇന്ന് ഫ്രൈഡേ ആണ്. അപ്പോൾ ഭയങ്കര സന്തോഷമാണ്. പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഫ്രൈഡേ ആവാൻ വേണ്ടി കാത്തു നിൽക്കുമായിരുന്നു. ലൈക്ക് അതൊരു സന്തോഷം തന്നെയാണല്ലോ. അതേപോലെയാണ് ഇപ്പോൾ ഇവിടെ. ജോലി കുഴപ്പമൊന്നുമില്ല, ബട്ട് എന്നാലും ഫ്രൈഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ തന്നെ ഒരു ഇമോഷനാണ്. ഇങ്ങനെയാണ് കേട്ടോ ഇവിടുത്തെ സൺസെറ്റിൻ്റെ വ്യൂ ഒക്കെ. നല്ല ഭംഗിയാണ് കാണാൻ.
ആക്ച്വലി ഞാൻ അങ്ങനെ വല്ലാണ്ട് ഒരുപാട് സ്ഥലത്തൊന്നും ഇവിടെ വന്നിട്ട് ഇതുവരെ പോയിട്ടില്ല. ഇങ്ങനെ ക്രിസ്മസിന് നമ്മളൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് എവിടെയെങ്കിലുമൊക്കെ പോകണമെന്ന് ആ ഒരു ലീവിൻ്റെ സമയത്ത്. അപ്പോൾ പക്ഷെ എന്നാലും ഇവിടെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ നടക്കുമ്പോഴും നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ ഒരു കൺട്രി സൈഡ് പോലെയാണ് ആക്ച്വലി കാണാൻ. സിറ്റി വൈബ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുമുണ്ട്, എന്നാൽ കൺട്രി സൈഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുമാണ്. അങ്ങനെയാണ് ഇവിടെ. നമ്മൾ ഈ ടോക്കിയോ ഒക്കെ ടി വിയിൽ കാണാറില്ലേ, ലൈക്ക് ഭയങ്കരമായിട്ട് ക്രൗഡഡ് ആയിട്ടുള്ള അതുപോലൊരു ഏരിയ അല്ല കേട്ടോ ഇത്, അങ്ങനെയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ യൊനാഗോ. ഞാൻ അങ്ങനെ റൂമിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂം ക്ലീൻ ചെയ്യണം, പിന്നെ എന്തെങ്കിലും ചെറുതായിട്ട് കഴിക്കണം. ഓക്കെ, അതോടുകൂടി ഈ ഒരു ഡേ അവസാനിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഒരു വർക്കിംഗ് ഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. രാവിലെ ഓഫീസിൽ പോവുക, തിരിച്ച് വൈകുന്നേരം റൂമിൽ വരിക, ഇതൊക്കെ തന്നെ. ഇത്രയേ ഉള്ളൂ. ഇത്ര ചെറിയൊരു ഡേ ആണ്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പം സാറ്റർഡേ സൺഡേ ഒക്കെ വരുമ്പം ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് പോവും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ പോവും, അങ്ങനെയൊക്കെ ചെയ്യും. അല്ലാത്ത ദിവസം എല്ലാ ദിവസവും ഇങ്ങനെയാണ്. ഓക്കെ, പിന്നെ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ചിലപ്പോഴൊക്കെ ഉണ്ടായെങ്കിൽ ഉണ്ടായി, അത്രേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫ്. ഓക്കെ, അപ്പോൾ എൻ്റെ ഈ ഒരു ചുറ്റുപാടും അല്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു ചുറ്റുപാടും എൻ്റെ ഫ്രണ്ട്സിനെയും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫ്. ഓക്കെ.